ലാമിയ സിൽക്സ് അവതരിപ്പിക്കുന്ന കുട്ടി പട്ടുറുമാൽ സീസൺ 2 പവർഡ് ബൈ ക്യൂബിക്സ് ആൻഡ് സെലിബ്രേറ്റഡ് ബൈ മറിയാസ് പിക്കിളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈച്ചൽ തേൻകണം നുകരാനായി ശലഭങ്ങൾ പാറിപ്പറന്ന് നടക്കുന്ന ഈ സ്വർഗീയ വാടിയിലേക്ക്, ഈ അതുല്യ വേദിയിലേക്ക്, കുട്ടി പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വിന്നറിനെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി മാപ്പിള പാട്ടുകളുടെ സഹയാത്രികൻ നമ്മുടെ സ്വന്തം ഫിറോസിക്ക. മുഞ്ചുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ മുഞ്ചുള്ള സുന്ദരി സജ്ല. വെണ്ണില ചന്ദനക്കിട്ടം ആ മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ഷബ്ന. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. സെക്കൻഡ് ഷെഡ്യൂളിന്റെ ഈ വർണ്ണഗംഭീരമായ ഈ ഒരു എപ്പിസോഡ് തുടക്കം കുറിക്കാനായി ഒരു സ്പെഷ്യൽ പെർഫോമർ എത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പെർഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ സീസൺ 1 നമ്മൾ ആരും മറക്കത്തില്ല. കാരണം അത്രയും വീരും വാശിയുമേറിയ പെർഫോമൻസസ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതിന്റെ വിന്നറായ ആദിഷ് കൃഷ്ണ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയോട് കൂടി നമുക്ക് ആദിഷിനെ സ്വാഗതം ചെയ്യാം. ആദിഷ് ലുക്കിംഗ് വെരി വെരി സ്മാർട്ട്. അല്ല, അടിപൊളിയായിട്ടുണ്ട്. വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു സ്റ്റേജ് പ്രസൻസ് ഉണ്ട് ആദിഷിന്. എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഒരു സീസൺ 1 വിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ആദിഷിന്റെ ജീവിതം മാറിയത്? ഫാൻസ് ഒക്കെ ആയോ? ഇപ്പൊ എവിടെ പോയാലും ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? പാട്ട് പാടാൻ പറയുന്നുണ്ടോ? ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്തോ? ആണല്ലേ. ഓക്കെ, എന്നാൽ ആദിഷിന്റെ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട്? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ മാനത്തെ മണിച്ചിട്ട്. മാനത്തെ മണിച്ചിട്ടത്തെ മണിവളകിലുങ്ങണതെന്താണ്? സൂര്യനെ തിരിച്ചപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിനകളിൽ എന്താണ്? ഇസ പറഞ്ഞൊരു കണിക്കിളി മോളെ, നല്ല കെസുപാടി പറത്തടി മയിലാളെ, നല്ല കെസുപാടി പറത്തടി മയിലാളെ. നർമ്മരസത്തിന് പുത്തൻ രുചിക്കൂട്ടുമായി നമ്മളെ എല്ലാം ചിരിപ്പിക്കാൻ എത്തുകയാണ് ചിരി റൗണ്ടിൽ, അതായത് ചിരി ഉറുമാലിൽ നമ്മുടെ സ്വന്തം മുഹമ്മദ് ഷാൻവർ. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഷാൻവർ ബാബു. ഞാൻ ഈ ചിരി റൗണ്ടിൽ പാടാൻ പോകുന്നത് ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്ക് എന്ന പാട്ടാണ്. നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എനിക്ക് വേണം. പൊടിമീശക്കാരാ, എന്തോ ഇതൊരു റൗഡി ഗെറ്റപ്പിലാണല്ലോ വന്നേക്കുന്നത്. ചുമ്മാ ചുമ്മാ വന്നേക്കാണോ? കോമഡി റൗണ്ട് ആണോ?
അതെ. അതൊരു പൂവാലനായിട്ടാണോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ഇല്ലേ? പറയത്തില്ല, സസ്പെൻസ് പൊളിക്കുന്നില്ല ആണോ? അപ്പോൾ ചിരിപ്പിക്കുക, നമ്മളെല്ലാവരും ചിരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഏത് പാട്ടാണ് പാടുന്നത്? ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്ക്. ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്ക്. എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ് മോനു, നന്നായിട്ട് പാടും കേട്ടോ. താങ്ക് യു. സ്വപ്നം കാണാനെന്തധികാരം, പടുകിഴവൻ ഒരിളം കുരുന്നിനെ ബലി നൽകുന്നധികാരം. ചെറ്റക്കുടിലിൽ തരുണികൾ കഴിയുന്നു കണ്ണുനീർ തോരാതെ, ചുളുവിൽ അവരെ വിലക്കു വാങ്ങാൻ പണക്കിഴവന്മാർ പാരാകെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കേട്ടിനു ചെറുപൂതി, കഴുക കണ്ണാൽ പാഞ്ഞു നടക്കും വണ്ടിക്കാരൻ വല്ലാളി. ആ ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കേട്ടിനു ചെറുപൂതി, കഴുക കണ്ണാൽ പാഞ്ഞു നടക്കും വണ്ടിക്കാരൻ ദല്ലാളി. ഫോട്ടം പലതും കണ്ടിട്ടങ്ങനെ കെട്ടിനിറങ്ങി കുഞ്ഞാലി. നോട്ടം കണ്ടാൽ അറിയാമാളൊരു വേഷം കെട്ടിയ കണ്ണാലി. ആദരം കണ്ടാൽ ആദരം കണ്ടാൽ തോറ്റുപോകും ചുണ്ടലി, നരവീണ മണ്ടയിൽ അങ്ങിങ്ങു മണ്ടരി, കുളിപ്പിച്ചാൽ കരിയോയിൽ കിട്ടുന്ന മാതിരി കളറാണ് റബ്ബേ ഇവൻ ശൈത്താന്റെ ഫാമിലി. മോണയിലൊറ്റ പല്ലില്ലെങ്കിലും മേക്കപ്പിനൊരു കുറവില്ല. ആ മോന്തയിലുള്ളൊരു കുഴികൾ തൂക്കാൻ പൗഡർ കമ്പനി തികയില്ല. കൃത്യം പ്രായമതറിയില്ലേലും എറിയാൻ 80 കവിയില്ല. വിക്കന്മാരുടെ നേതാവെങ്കിലും മിണ്ടാഞ്ഞാലത് തിരിയൂല. കൂട്ടിന് വന്നൊരു സെയ്താലിക്കും ഫോട്ടം കണ്ടതാ പിരികേറി. കാട്ടിലിരുന്നൊരു മർക്കടൻ നാട്ടിലിറങ്ങിയ പോലൊരു ചങ്ങാതി. കടം വാങ്ങി പലഹാരം കടം വാങ്ങി പലഹാരം പല ജാതി കരുതി, കുടവയർ തുമ്പത്ത് കുഞ്ഞാലി തടവി. മുറിപ്പല്ലാൽ സംഹാര താണ്ഡവമാടി പണ്ടാരടങ്ങുവാൻ അല്ലോ ഷുഗർ അങ്ങ് കൂടി. ബഹളം കേട്ട് പെണ്ണിൻ്റുമ്മ വന്നു ചെറുക്കനെ നോക്കുന്നു. ആ തീൻമുറിയിൽ ഒരു രണ്ടാം ലോക യുദ്ധം തന്നെ നടക്കുന്നു. ബഹളം
കുട്ടിപ്പട്ടുറുമാലിലെ അങ്ങനെ ഒരു ചിരി റൗണ്ട്. സത്യം പറഞ്ഞാൽ ചിരി ഇതുവരെ നിന്നിട്ടില്ല, ആൾക്കാരും ചിരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? ചിരിയിൽ വലിയൊരു ഭീകര ചിരി ഉണ്ടാവും എന്ന് പറയത്തില്ലേ, അതേ കണക്ക് ഇവിടെ ഒരു പെർഫോമൻസിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. എന്ത് ചെയ്യാ നമ്മുടെ ഈ പാത്തുമ്മ ഈ ഉമ്മയുടെ മുണ്ട് അറിയാതെ അഴിഞ്ഞു പോയില്ലേ? ഉമ്മ എങ്ങനെയാ അഴിഞ്ഞ്? മോള് പിടിച്ച് വലിച്ചു. മോളുടെ പേരെന്താ? ഈ സുന്ദരി കുട്ടിയെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം എന്ത് മൊഞ്ചത്തി, പേര് ശ്രീകൃഷ്ണ അല്ലേ? ചെക്കനാണല്ലേ? ആൻഡ് നമുക്കറിയാം ഇവിടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആദ്യം പറയേണ്ടത് ഇദ്ദേഹമാണ് ആ മൂപ്പലാന് കല്യാണ ചെക്കൻ മൂപ്പലാൻ ഹാഷിം. പിന്നെ നമ്മുടെ അസറാണ് ബ്രോക്കർ അല്ലേ? അസർ രണ്ടാമത്തെ ചെക്കനാണ്, അതായത് സെയ്താലി ചെക്കൻ്റെ ഫ്രണ്ട്. ആൻഡ് അവിടെ ബ്രോക്കർ ഇർഫാൻ ഉണ്ട്. ഷാൻവറിന്റെ സിംഗിങ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ കലാപ്രകടനവും ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ആസ് ഓഡിയൻസ് ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ലൊരു കൈയിടയും കൊടുത്തേ ഇവർക്ക്. എന്ത് സ്പിരിറ്റാ! നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ഈ സ്റ്റേജിൽ വരുമ്പോൾ കോമ്പറ്റീഷനൊന്നും അല്ല, നന്നായിട്ട് എൻജോയ് ചെയ്യുക, അതല്ലേ? അതാണ് അൾട്ടിമേറ്റ് എയിം. ഇനി നമുക്കറിയേണ്ടത് ഷാൻവറിന്റെ സിംഗിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ആ പ്രകടനത്തെക്കുറിച്ച് ജഡ്ജസിന് ചോദിക്കാം. പക്ഷെ അതിന് മുമ്പായി താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഒരുപാട് ഷാൻവറിനെ സപ്പോർട്ട് ചെയ്തു. ഈ ഒരു സപ്പോർട്ട് ഈ ഉടനീളം ഈ കോമ്പറ്റീഷനിൽ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷാൻവറിന്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ഫിറോസിക്ക് എടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, എന്താ ഞാൻ പറയുക, എവിടെയാ തുടങ്ങുക? എന്തായിരുന്നു ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല മോനെന്ന്. എന്തൊരു പ്രകടനമായിരുന്നു. കൂട്ടുകാർ നല്ല സപ്പോർട്ടാണ് തന്നത് അല്ലേ? എല്ലാവരുടെയും പേരൊക്കെ ഇപ്പോൾ അവരെ പ്രേക്ഷകർ പരിചയപ്പെട്ടു. ആഷിം, അനന്തകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, അസർ, ഇർഫാൻ അല്ലേ? അവർ ഗംഭീര സപ്പോർട്ടാണ് തന്നത്. അത് ശരിക്കും ഒരു ഡ്രാമയായി, ഒരു ഡ്രാമയുടെ പുറകിൽ ഒരു പാട്ട് അല്ലേ? അത്ര ഗംഭീരമായി. പക്ഷേ ഈക്വലൻ്റായിട്ട് നിന്നു രണ്ടും, 50-50 എന്ന് പറയുന്ന പോലെ. ഷാൻവർ എന്ത് രസമായിട്ടാണ് പാടിയത്, മനോഹരമായിട്ട് പാടി. മോൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വ്യത്യാസം, കഴിഞ്ഞ തുടക്കത്തിൽ പാടിയ ഷാൻവറിൽ നിന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റ് കേട്ടോ, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അത്രയും കണ്ടു ഞാൻ. മനോഹരമായിട്ട് പാടി. അതിൻ്റെ ഈ പാട്ട് ഇങ്ങനെയൊക്കെ ഈ വിഷ്വലൊക്കെ മോൻ്റെ ചുറ്റും ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും മോൻ പാട്ടിൽ പാടേണ്ട സംഗതികളൊക്കെ വളരെ കൃത്യമായിട്ട് പാടി കേട്ടോ. നല്ലൊരു കോമഡി സോങ് മനോഹരമായിട്ട് പാടി. ഇതൊരു ഖവാലി ഫോർമാറ്റിലുള്ള പാട്ടാണ് അല്ലേ? വിരുത്തം പാടി നിർത്തി, ഹാർമോണിയൊക്കെ വായിച്ച് നിർത്തിയിട്ട് അതിനെല്ലാ ഭാഗങ്ങളും മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഫിറോസിക്ക. ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് സജില. ഷാൻവർ തകർത്ത് പൊളിച്ചടക്കി. എന്താ പറയുക, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് അങ്ങനെ തന്നെ പറയണം. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോനെ ഈ പാട്ടിൽ. അതിൽ ഇർഫാൻ ആണെങ്കിലും അസർ, അനന്തു, ശ്രീകൃഷ്ണൻ, ഹാഷിം അല്ലേ? അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ആക്ടിങ് ഇഷ്ടപ്പെട്ടത് ഇർഫാൻ്റെതാണ്. കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു, അവിടെ ഇവിടെ ഓടി കളിക്കാനാണെങ്കിലും. പിന്നെ സങ്കടം തോന്നുന്ന ഒരു കാര്യം അനന്തയുടെ കാര്യം തന്നെയാണ്. കാരണം ആളല്ലെങ്കിലേ ചമ്മലിൻ്റെ ആളാണ്. അതും കൂടിയും കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഈ സ്ഥലത്ത് കണ്ടിട്ടേ ഇല്ല, അങ്ങ് ഓടിപ്പോയി. സാരമില്ല, ഒരു ഇതൊക്കെ പറ്റും, കുഴപ്പമില്ല അനന്തു. പിന്നെ മോൻ്റെ പാട്ടിനെ കുറിച്ച് പറയാം. എന്താ പറയുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും മോൻ ഈ പാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത്രക്കും നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട് മോന്. 2 പാട്ടിൻ്റെ ട്യൂണാണ് അല്ലേ? KC ചെലവൂരിൻ്റെ പാട്ടാണ്. അതിൽ ഫസ്റ്റത്തെ പാട്ട് അഖില ചരാചര പാലകൻ നീ അകമറിയുന്നോനല്ലാഹു നീ, ആ പാട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് അമ്മായിയുടെ മോളെ ഞാൻ. അത് ആ 2 പാട്ടും ശരിക്കും ആ ഒരു പാട്ടിൽ നിന്ന് മറ്റു പാട്ടിലേക്ക് കണക്ട് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ആ ലിറിക്സിൻ്റെ എന്താ പറയുക, ആ ഒരു ചൂലെടുക്കുന്ന ആ ഒരു സംഭവത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ആ ട്യൂൺ ചേഞ്ച് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ലിറിക്സിനെ പറ്റി ആക്ടിങ് ആയിരുന്നു എല്ലാവരും ചെയ്തത്. ടോട്ടലി നോക്കുമ്പോൾ സൂപ്പറായിരുന്നു, എക്സലൻറ്റ് പെർഫോമൻസ്. ഷാൻവർ, ചുറ്റിനും എന്തൊക്കെയോ നടക്കുന്നു, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഷാൻവർ അവിടെ നിന്ന് പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പാടുമായിരുന്നു. ആണോ? എന്തെങ്കിലും ശ്രദ്ധിച്ചോ ചുറ്റിനുള്ളത്? ഇല്ല. എന്തായാലും കാണേണ്ടതായിരുന്നു ചുറ്റിനുള്ള സംഭവിച്ചതൊക്കെ. അതൊക്കെ വിഷ്വലി വരുമ്പോൾ ഉറപ്പായിട്ടിരുന്ന് കാണണം കേട്ടോ. പാട്ടിനെക്കാട്ടി അത് ശ്രദ്ധിച്ച് നോക്കുക, അപ്പം ഭയങ്കര രസമായിരിക്കും. പിന്നെ മോൻ്റെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്, ക്ലിയർ വോക്കൽ റൂട്ടാണ്. അതായത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന പോലെ ഒരു വോയിസാണ് മോൻ്റെത്. അതിങ്ങനെ ആ വിരുത്തമൊക്കെ പാടുമ്പോൾ എന്തോ രസമായിരുന്നെന്നറിയോ കേൾക്കാനായിട്ട്. മാത്രമല്ല മോന് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിനെ മോൻ ഇവിടുന്ന് കിട്ടിയത്.
അവർക്കൊരു കയ്യടി കൊടുക്കണം. കാര്യം ഇത്രയും മോനെ സപ്പോർട്ട് ചെയ്യുന്ന, മോൻ്റെ ഒരു പെർഫോമൻസിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ് മോനെ. അതുപോലെ തിരിച്ചും മോനും സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും, കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്ന. അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ്? മാർക്സ്. അപ്പോൾ മാർക്സ് നമുക്ക് ചോദിക്കാം. സജ്ല, ഔട്ട് ഓഫ് 30 ഇത്ര നന്നായിട്ട് പാടിയിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് തരാണ്ട് എങ്ങനെയാ? ഓടിയാ? ഞാൻ 29.5 തരും. 29.5 ഔട്ട് ഓഫ് 30. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40? 39.5. 39.5 out of 40. And of course, Shapna, out of 30? 0.5 കുറയ്ക്കുന്നുള്ളൂ. 29.5. 29.5 out of 30. അതായത് ടോട്ടൽ മാർക്സ് 98.5 out of 100. ഒന്ന് ചിരിക്കടോ, നന്നായിട്ടൊന്ന് ചിരിച്ചേ. അതാണ്. അപ്പോൾ ഇനിയും കൂട്ടുകാരുമായിട്ടുള്ള ഈ വെറൈറ്റി പെർഫോമൻസസ്, ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല, വെറൈറ്റി പെർഫോമൻസസ് നമുക്ക് കാണണം. ഓൾ ദി ബെസ്റ്റ് മോനു. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്ന സന്ദേശം റൗണ്ടാണ്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രോങ് സോഷ്യൽ മെസ്സേജാണ് ഈ ഒരു റൗണ്ടിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ സുന്ദരിക്കുട്ടി അഞ്ജലിയാണ്. അഞ്ജലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഞാൻ അഞ്ജലി. ഞാൻ സന്ദേശം റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കുടിക്കും മനുഷ്യരെ എന്നതാണ്. മദ്യപാനത്തിനെതിരെയുള്ള സന്ദേശമാണ് ഇതിലുള്ളത്. എൻ്റെ പാട്ട് എല്ലാവരും കേൾക്കണം. അഞ്ജലിക്കുട്ടി, നേരത്തെ പറഞ്ഞ പോലെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഈ പൂവൊക്കെ ആര് വെച്ച് തന്നു? മേക്കപ്പ് മാൻ വെച്ച് തന്നെയാണോ? ഇഷ്ടമായോ പൂ വെച്ചിട്ട്? ഇന്ന് എന്ത് റൗണ്ടാന്നറിയാലോ? സന്ദേശ റൗണ്ടാണ്. അപ്പൊ എന്ത് സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? മദ്യപാനത്തിനെതിരെയുള്ള സന്ദേശമാണ് അല്ലേ? പക്ഷെ വലിയൊരു സന്ദേശമായിട്ടാണ് വന്നേക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യാം നമുക്ക്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോള്, നന്നായിട്ട് പെർഫോം ചെയ്യും കേട്ടോ. കുടിച്ചിലേക്ക് കെട്ട് നടക്കും വേല വേണോ
മദ്യപാനം അല്ലേ മോൾ, ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്, അറിയാലോ മോക്ക്. അപ്പം മദ്യവിമുക്ത കേരളം അല്ലെങ്കിൽ മദ്യവിമുക്ത ഭാരതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും പക്ഷെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സാക്ഷാത്കരിക്കാൻ ഇനിയും വർഷങ്ങൾ വരും എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ മോൾ ഈ ഒരു ചെറിയൊരു സോങ്ങിലൂടെ, ചെറുതല്ല വലിയൊരു സോങ്ങിലൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് ആ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മോൾ ശ്രമിച്ചു. അത് നല്ലൊരു ഐഡിയ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പം ഈ ഒരു ഗാനത്തിനെ കുറിച്ച് എങ്ങനെ മോള് പെർഫോം ചെയ്തതിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ഷബ്നം, മോള് എത്ര വലിയ സബ്ജക്റ്റാണ് എടുത്തുകൊണ്ട് വന്നതെന്നറിയോ മോക്ക്? കുടിച്ച് മനുഷ്യൻ നശിക്കുന്നതിനെ പറ്റിയുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു മെസ്സേജാണ് മോള് ഈ പാട്ടിലൂടെ, അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള സിമ്പിൾ ലിറിക്സിലൂടെ കൊടുത്തു എന്നുള്ളതാണ് പെർഫെക്റ്റ് ഒരു സോങ്. അതായത് ഒരു മെസ്സേജ് എങ്ങനെ കൊടുക്കണം അങ്ങനെയാണ് ഈ സോങ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മോളത് പാടുകയും ചെയ്തു. എനിക്കൊരു മോളുടെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു സിംഗിങ് ആണ് മോളുടേത്. കാര്യം മോക്ക് ചില സംഗതികൾ മോള് ഒരു ഈ പ്രൊഫഷണൽ സിംഗേഴ്സൊക്കെ പാടുന്ന പോലെ അത് നമ്മൾ ചിലപ്പോൾ പാടാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഓൺ സ്റ്റേജിൽ നമ്മളിങ്ങനെ നമുക്കറിയാൻ പറ്റും പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കും. അങ്ങനെ ഒരു ശ്രമം മോളുടെ ഭാഗത്തുനിന്ന് ചില സംഗതികൾ നന്നായിട്ട് പാടാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. കഴിഞ്ഞ സിംഗിങ്ങിലൊന്നും ഞാനത് അങ്ങനെ കണ്ടില്ലായിരുന്നു. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണത്. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു ഷബ്ന. സജ്ല, അഞ്ജലിക്കുട്ടി മോള് പാടി കേട്ടോ. ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിലും മോള് പാടി. ചില സ്ഥലത്തൊക്കെ ഒരു പൂർണ്ണത വരാത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ എന്താ പറയുക, എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ പാടാൻ പറ്റില്ല അല്ലേ, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ മോള് പാടിയിട്ടുണ്ട്, മോള് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ടാമ്പറാണ് മോളുടേത്, നല്ല വോയിസ്. എനിക്ക് എപ്പോഴും മോള് പാടുമ്പോൾ റിഫനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ് റിഫയുടെ അതേ വോയിസിലുള്ള കുട്ടി. പിന്നെ എല്ലാ പ്ലാൻസും മോള് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം നല്ലതാണ്. ചില സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല, പക്ഷെ മോളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ് മോളെ. മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറഞ്ഞു തരുന്നത്. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. അഞ്ജലിക്കുട്ടി, നമുക്ക് ഫിറോസിക്ക എടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, നന്നായി പാടി കേട്ടോ. ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം അറിയോ മോൾക്ക്? അത് പറയണം നമ്മൾ പ്രേക്ഷകരോട്. ബാറുകളൊക്കെ അടപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് വേറൊരു അർത്ഥത്തിലൊന്നുമല്ല നമ്മൾ പറയുന്നത് അല്ലേ. അത് എന്തിന് എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷേ പ്രസക്തിയുള്ളൊരു വിഷയം അത് കുറയണം സമൂഹത്തിൽ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു പാട്ടിലൂടെ സാധിച്ചു, അതും കൊച്ചു അഞ്ജലിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ. മദ്യപാനത്തെക്കുറിച്ചൊന്നും പാട്ടില്ല മോളെ, അധികം പാട്ടുകളൊന്നും ഞാനൊന്നും കേട്ടിട്ടില്ല. അധികം പാട്ടുകളൊക്കെ ദുർലഭമായിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മോള് മനോഹരമായൊരു വിഷയം, വളരെ പ്രസക്തിയുള്ളൊരു വിഷയം എടുത്തുകൊണ്ട് വന്നു. അത് നല്ലൊരു ഈണത്തിൽ പാടി ഫലിപ്പിച്ചു. മോള് തുടക്കമായതുകൊണ്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, പക്ഷേ അത് ഒരു വലിയ മിസ്റ്റേക്കായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. ചെറിയ കാര്യങ്ങൾ കേട്ടോ. നന്നായി പാടി മോളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. അഞ്ജലിക്കുട്ടി, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? മാർക്സ് ആരെടുത്ത് വയ്ക്കണം? പറഞ്ഞോളൂ, ആരെടുത്താ ചോദിക്കണ്ടേ? ഫിറോസിക്ക എടുത്ത് വയ്ക്കാം. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40. 39 out of 40. Sajla, out of 30. അഞ്ജലിക്ക് 28.5. 28.5 out of 30. Shabnam, 28.5. 28.5 out of 30. Total marks 96 out of 100. അഞ്ജലിക്കുട്ടി, ചിരിക്കോ? നന്നായിട്ട് ചിരിച്ചേ. നോക്കട്ടെ, അവിടെ നോക്കി ചിരിച്ചേ. അപ്പോൾ അഞ്ജലി ഹാപ്പിയാണ്. അപ്പോൾ ഇനി 96-ൽ കൂടുതൽ മാർക്സ് നമ്മൾ വാങ്ങിക്കും അല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പറഞ്ഞ ടിപ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോള്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്കുള്ളത് ചിരിക്കാനുള്ള റൗണ്ടാണ്. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ എത്തുകയാണ് ഈ ഒരു പെർഫോമർ. നമുക്ക് സ്വാഗതം ചെയ്യാം അർഷദ് കമാൽ. ഹായ്, ഞാൻ അർഷിദ് കമാൽ. ഞാൻ ചിരി റൗണ്ടിൽ പാടുന്നത് തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ എന്ന പാട്ടാണ്. മൊല്ലാക്കിയുടെ അടുത്ത് ബാധ കയറി ഹലാക്കായ ഭാര്യയെ കൊണ്ടുപോകുന്ന മുഹമ്മദ് കാക്കാനെ കുറിച്ചാണ് ഈ പാട്ട്. എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അർഷിത, എന്തായത്? ഒന്നുമില്ല. ഭീമരഘുവായിട്ട് വന്നേക്കാണെന്നത് ഇവിടെ ഓർക്കസ്ട്ര ചേട്ടൻ ചോദിച്ചു, ആണോ?
അല്ല. അല്ല, ഇതെന്താണ് ഇതൊക്കെ? മേക്കപ്പ് ആണോ? ഇത് ഒറിജിനൽ ആയിട്ടുള്ളോ? ഏയ് ഇല്ല. എന്ത് ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്? തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പമീശ എന്ന പാട്ടാണ്. ആഹാ, കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഓഹോ, അപ്പൊ ഒരു ടീമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട്. ബൂസ്റ്റ് ഒക്കെ കുടിച്ചിട്ട് തന്നെ വന്നത്. നല്ല എനർജി ഉണ്ടോ പാടാനായിട്ട്? ആണല്ലേ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസ് കാണാം. ഓൾ ദ ബെസ്റ്റ് മോനെ. കൊടുകൈ. താങ്ക് യു. തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പമീശ റബ്ബെ കണ്ട് പേടിച്ച് പീഡര് പാത്തും മാമ അവതും മാമ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പമീശ റബ്ബെ കണ്ട് പേടിച്ച് പീഡര് പാത്തും മാമ അവതും മാമ പാത്തും മാമ. അന്ന് തൊട്ട് അവൾക്കൊരു ചെയ്ത്താണ്ടിളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിലിച്ച് കാണിച്ച് മലർന്നൊരു കിടത്തം. അന്ന് തൊട്ട് അവൾക്കൊരു ചെയ്ത്താണ്ടിളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിലിച്ച് കാണിച്ച് മലർന്നൊരു കിടത്തം. മോശിയിലായി അമ്മമ്മത് ബേജാറിലായി ആകെ പൂലിവാലായി. തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പമീശ റബ്ബെ കണ്ട് പേടിച്ച് പീഡര് പാത്തും മാമ അവത്തും മാമ പാത്തും മാമ. ഗതികെട്ട് മമ്മദ് മനസ്സിലെന്നുറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ച്. ഗതികെട്ട് മമ്മദ് മനസ്സിലെന്നുറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ച്. എന്തൊരു പെൺകുട്ടി, പത്തര മാറ്റുള്ളൊരു കുട്ടി, നമ്മുടെ പാത്തുമ്മ കുട്ടി. തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പമീശ റബ്ബെ കണ്ട് പേടിച്ച് പീഡര് പാത്തും
സീസൺ 2 എങ്ങനെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. എന്താ ഈ കാണുന്നതൊക്കെ? ഇവരൊക്കെ അഭിനയിക്കാനായിട്ട് ജനിച്ചവരാണോ? ഇർഫാന് കലക്കിട്ടോ. ഇത് നമ്മുടെ അസറാണ്. അസർ വീണ്ടും കൊമ്പം മീശയായിട്ട്. ആരാണ്? പേരെന്താണ് അസറിന്റെ ഇതിനകത്തെ ക്യാരക്ടറിന്റെ? മുഹമ്മദ് കാക്കയായിട്ടാണ് വന്നിരിക്കുന്നത്. മുഹമ്മദ് കാക്കയുടെ ബീവി ഉണ്ട്, മോളുണ്ട്. മോളുടെ ശരീരത്തിൽ എന്താണ് കൂടിയത്? പ്രേതം. എന്താണെങ്കിലും അതെല്ലാം ഒഴിച്ചു വിട്ടു അല്ലേ? എന്താണെങ്കിലും വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഇനി മോന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? അറിയാം. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഫിറോസിക്ക, എന്താ സങ്കടപ്പെട്ടിരിക്കുന്ന? ഒന്നുമില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ഉഷാറായി, നന്നായി പാടി. താങ്ക് യു. എവിടെയോ ഒരു ചെറിയ സ്ക്രാച്ച് എന്തോ വന്നോ ശബ്ദത്തിന്? അതാണോ? അതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയാതെ പോയി. പാട്ടിലെങ്ങനെ പോയി. എന്തായിരുന്നു പ്രകടനം എല്ലാവരും കൂടെ കേട്ടോ. എന്താ കൂടിയത് നെഹ്ല? എന്താ കൂടിയ സാധനത്തിൻ്റെ പേരെന്താ? പ്രേതം. പ്രേതം. ഏത് പ്രേതം? പ്രേതമല്ല, പ്രേതം തന്നെ. പ്രേതം എന്നൊക്കെ പറയാം. ന്യൂ ജനറേഷനിൽ പ്രേതം എന്നൊക്കെ പറയാം. ഷെയ്ത്താൻ കൂടി കേട്ടോ. ഈ പാട്ടിൽ അതങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ഇതാരാ ഈ നിൽക്കുന്ന? വന്നില്ലല്ലോ ഒരാൾ. വന്നോ? വന്നു, നമ്മൾ കണ്ടില്ല. ഓ, വന്നു അല്ലേ? ഞങ്ങൾ ഇവരുടെ കൊമ്പമീശക്കാരൻ്റെയും മൊയിലേരുടെയും പ്രകടനത്തിൽ അങ്ങോട്ട് വീണുപോയി. പിന്നെ പാട്ട് അതിനനുസരിച്ച് ഉയർന്ന് പാടി കേട്ടോ. നന്നായി പാടി മോനെ, നന്നായി പാടി കേട്ടോ അർഷിത്. പാട്ടിലൊന്നും സംഭവിച്ചില്ല. അത്ര ഫിറ്റ് അല്ല. ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമം. ഇതിലും നന്നായിട്ട് പാടാമായിരുന്നു എന്നുള്ളൊരു സങ്കടം. അതിൻ്റെ ഒരു വിഷമം ഇല്ല. നന്നായി പാടി. കോമഡി എന്ന നിലയിൽ മോന് വേറെ ചില എലമെൻറ്റുകളൊക്കെ ഞങ്ങളെടുത്ത് വിലയിരുത്തുന്ന ഒരു പാട്ടാണെങ്കിൽ അപ്പോഴേ ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നന്നായി പെർഫോം ചെയ്തു, നന്നായി പാടി. താങ്ക് യു ഫിറോസിക്ക. അപ്പോൾ ഫിറോസിക്ക പറയുന്ന നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തന്നേന്ന്. നമുക്ക് അടുത്ത ചോദിക്കാം. സജ്ലെത്താ, എന്താണ് ആ കരാട്ടെ? ഇതൊന്നും കാണാനില്ലല്ലോ. കരച്ചിലോട് കരച്ചില്ല. അയ്യയ്യേ, നീ വീട്ടിൽ നിന്ന് കരയാറുണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്താ അറിയോ, നീ കരയുമ്പോൾ ഇവിടുന്ന് ഉമ്മയും ഉപ്പയൊക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അയ്യേ അവനത് കരയുന്നത് പറഞ്ഞിട്ട്. കരയാറുണ്ടോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇല്ലല്ലോ. എന്തിനാ അടിക്കോ വീട്ടിൽ നിന്ന്? ഇല്ല, പിന്നെ ഇതിനെ കരയുന്ന നീ? ഞങ്ങളടി കൂട്ടാ. ആര്? കേട്ടാണോ? ഇക്കാ കേട്ട്. അപ്പോൾ നിനക്ക് നല്ലോണം കിട്ടും. അപ്പോൾ നീ കരയും. ഓ, അപ്പോൾ കരഞ്ഞിട്ട് ശീലമുണ്ട്. എല്ലാവരും തകർത്തു കേട്ടോ. പിന്നെന്താ പറയുക, മോൻ്റെ സിംഗിങ്ങിൽ ആ ഒരു പ്രശ്നം മോനേ ഉള്ളൂ. ആ ഒരു നല്ല ത്രോയിൽ തന്നെ മോൻ പാടി. ആ ഒരു കോമഡി എക്സ്പ്രഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നത് അത് സാരിയില്ല കേട്ടോ, വിഷമിക്കണ്ട. അപ്പോൾ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഈ ഒരു പെരുമാറ്റം എപ്പോഴും കീപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷപ്നത, സൂപ്പർബ്. താങ്ക് യു. ഒന്നും പറ്റിയില്ല. ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ എന്ന് കരയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം എല്ലാവർക്കും പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഈ ചിലപ്പോൾ ഒന്ന് ഒരു വാക്കൊക്കെ മുറിഞ്ഞു പോവുക, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതാണോ ഇപ്പോൾ വലിയ സംഭവമായിട്ട് കരച്ചിലും പിടിച്ച് അതിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റ പാട് നീ കണ്ടില്ലേ? ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ. പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും പറ്റി പറയാണ്, എല്ലാവരും ഓൾറൗണ്ടേഴ്സാണ്, ഒരു സംശയമില്ല. പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്. മുസ്ലിയാർ വന്നിട്ട് എന്താണ് ലാസ്റ്റ് യോയോ സ്റ്റെപ്പിലോട്ടൊക്കെ പോകുന്നത്, ഇതൊക്കെ എടുത്ത് കറക്കിയിട്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഷപ്ന. വെൽ, ഇവർ എൻജോയ് ചെയ്തു എന്ന് നമുക്കറിയാം. പക്ഷേ ജഡ്ജസിനും എൻജോയ് ചെയ്തു. നിങ്ങളുടെ പെർഫോമൻസ് മാർക്സിൽ അറിയാം. സജ്ല, ഔട്ട് ഓഫ് 30 28.5. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40 എത്ര വേണം? 38.5. 38.5. ഷപ്ന 28.5. 28.5. അപ്പോൾ ടോട്ടൽ മാർക്സ് ലഭിച്ചിരിക്കുന്നത് 95.5 ഔട്ട് ഓഫ് 100. താങ്ക് യു. നന്നായിട്ടൊന്ന് ചിരിച്ചേ. ഒരിക്കലും ഈ വേദിയിൽ വെച്ച് നിങ്ങൾ സങ്കടപ്പെടരുത്. നമുക്കത് കാണാനും താല്പര്യമില്ല. നിങ്ങളെല്ലാവരും നേരത്തെ സജ്ല പറഞ്ഞ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊക്കെ ചെയ്തത് കുട്ടമ്മാമൻ. ആരാണ് ഈ കുട്ടമ്മാമൻ? കുട്ടമ്മാമൻ ഡ്രാമ പഠിപ്പിക്കുന്ന ആളാ? ഓക്കെ, അപ്പൊ കുട്ടമ്മാമൻ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓർക്കസ്ട്ര ചേട്ടന്മാർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.
Lamia presents Kutti Patrumal Season 2, powered by Cubics and celebrated by Maria's Pickle Day. ഇന്നത്തെ ഈ എപ്പിസോഡിൽ സ്റ്റാർ പെർഫോമർ ആര് എന്ന് കണ്ടുപിടിക്കാനുള്ള സമയമാണ്. അത് പറയേണ്ടത് നമ്മുടെ വിധികർത്താക്കളാണ്. അതിനായി നമുക്ക് നമ്മുടെ വിധികർത്താക്കളെയും ഇന്ന് പെർഫോം ചെയ്ത കണ്ടസ്റ്റൻസിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അഞ്ജലിയാണോ ഷാൻവർ ആണോ അതോ അർഷിതാണോ എന്നറിയാനുള്ള സമയമാണ്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ലഭിക്കാൻ പോകുന്നത് പ്രിൻസ് പട്ടുപാവാട, എറണാകുളം നൽകുന്ന ഒരു പട്ട് പാവാടിയാണ്. ആൻഡ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക് മെൻസ് വെയർ നൽകുന്ന ഒരു ഷെർവാണിയാണ്. സോ ഹൂ ഇസ് ദ വിന്നർ? ഫിറോസിക്ക, ഇപ്രാവശ്യവും ആ ഭാരിച്ച ചുമതല ഫിറോസിക്കയുടെ തലയിൽ തന്നെ ഇട്ടിരിക്കുന്നു. അഞ്ജലി, ഷാൻവർ, ഹർഷിത് കമാൽ, 2 കോമഡിയും ഒരു സന്ദേശമായിരുന്നു മെസ്സേജ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോമഡി റൗണ്ട് എന്ന നിലയിൽ കുറച്ച് മുന്നിൽ നിന്ന ഷാൻവറിൻ്റെ പ്രകടനമാണ് ഇന്ന് കുറച്ച് മേലെ. അപ്പോൾ ഇന്നത്തെ സ്റ്റാറായിട്ട് നമ്മൾ ഷാൻവറിനെ തിരഞ്ഞെടുക്കുന്നു. ഷാൻവറാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. അപ്പോൾ ഷാൻവർ ആണ് സ്റ്റാർ പെർഫോമർ. ഷാൻവറിന് ലഭിക്കാൻ പോകുന്നത് ക്ലാസിക് മെൻസ് വെയർ നൽകുന്ന ഒരു ഷെർവാണിയാണ്. റെഡിയല്ലേ? വണ്ടിക്കാരൻ ദല്ലാളി, വണ്ടിക്കാരൻ കുഞ്ഞാലിക്ക് 2ാം കെട്ടിന് ഒരു പൂതി.